നമ്മുടെ തൊടിയിലൊക്കെയുള്ള പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലാത്ത പപ്പായയുടെ തണ്ടുണ്ടെങ്കിൽ ഒരു 100 കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. നിങ്ങളുടെ സെപ്റ്റി ടാങ്ക് നിറയാതിരിക്കാനും കിച്ചൺ സിങ്ക് ബ്ലോക്ക് ആകാതിരിക്കാനും എന്ന് വേണ്ട ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി 1-2 പപ്പായയുടെ തണ്ടും കുറച്ച് ഇലയൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ടിപ്പ് ചെയ്യാനായിട്ട് ഒരു ചെറിയ പപ്പായയുടെ ഇല നല്ലതുപോലെ കഴുകി പൊടിയും പ്രാണികളും ഒന്നുമില്ലാന്ന് ഉറപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഇല വെച്ചിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നോൺ വെജ് ഐറ്റംസൊക്കെ നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പം പെട്ടെന്ന് തന്നെ അത് ഒരു ടേസ്റ്റ് വ്യത്യാസമൊക്കെ ഉണ്ടാകാറുണ്ടല്ലേ. ചില രീതിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് വെക്കാറുണ്ട്. നമ്മൾ മസാലയൊക്കെ പുരട്ടി വെക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ വെള്ളം ഒഴിച്ച് വെക്കാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ ഒരു പപ്പായയുടെ ഇല നമ്മൾ ഏത് നോൺ വെജ് ആയാലും ചിക്കനായാലും മീനായാലും അല്ലെങ്കിൽ മട്ടനായാലും എന്തായാലും ഇതുപോലെ നല്ല കഴുകി വൃത്തിയാക്കിയ ഒരു ഇല ഇതിലേക്ക് വെച്ച് കൊടുത്ത് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെ നല്ല ഫ്രഷ് ആയിട്ട് ഇരുന്നോളും. പപ്പായ ഇല കൊണ്ട് ഞാൻ ചെയ്യുന്ന അടുത്ത ടിപ്പ് ഇതെൻ്റെ തെറ്റിയാണ് കേട്ടോ. അതിൻ്റെ കമ്പൊക്കെ ഏതോ പ്രാണി കടിച്ചിട്ട് ഇതുപോലെ ആയിട്ടുണ്ട്. ആ ഒരു ഭാഗം വെച്ച് കമ്പ് ഒടിഞ്ഞൊടിഞ്ഞ് പോകാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിൻ്റെ ഇലയിൽ പുഴുക്കുത്ത് അല്ലെങ്കിൽ പ്രാണി ശല്യമൊക്കെ ഉണ്ടാകുമ്പം ഞാൻ ഇതുപോലെ ഒരു പെസ്റ്റിസൈഡാണ് കേട്ടോ തയ്യാറാക്കി ഉപയോഗിക്കുന്നത്. നമ്മുടെ കിച്ചൺ ഗാർഡനിലെ ഏത് ചെടിക്കും ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു പെസ്റ്റിസൈഡാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു പപ്പായയുടെ ഇല എടുത്ത് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അരഞ്ഞ് കിട്ടാൻ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇത് നമ്മൾ നല്ല അടിപൊളിയായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് അരിച്ച് ഇതിൻ്റെ ലിക്വിഡ് മാത്രമായിട്ട് നമുക്കൊന്ന് എടുക്കണം. ഈ ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. ഞാനിപ്പോൾ ഇത് 2 ഒഴിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. അതിൽ ഒരെണ്ണത്തിലേക്ക് നമ്മൾ ഒരു പെസ്റ്റിസൈഡാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു വെള്ളത്തിലേക്ക് പെസ്റ്റിസൈഡ് തയ്യാറാക്കാനായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരിയാണ്. ഏകദേശം ഒരു 1/2 കപ്പോളം വിനാഗിരി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ നല്ലപോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതിനെ ഒന്ന് ഡൈല്യൂട്ട് കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിത് ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ ചെടിയിൽ ഒഴിക്കുമ്പോൾ ചെടി പെട്ടെന്ന് കരിഞ്ഞു പോകും. അത്രയ്ക്ക് പവർഫുള്ളാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് ഒരു സ്പ്രേ ബോർഡിലേക്ക് ആക്കിയിട്ട് ചെടികളുടെ ഇലയിലും തണ്ടിലും ഒക്കെ നല്ലപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏത് പ്രാണിശല്യവും പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. ഞാൻ ഈ ഒരു സ്പ്രേ തെറ്റിയുടെ കമ്പിലും ഇലയിലും ഒക്കെ ഒരാഴ്ച രാവിലെയും വൈകിട്ടും കണ്ടിന്യൂസ് ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ ആ ഒരു പ്രാണിശല്യം മാറിക്കിട്ടി. അതുപോലെ തന്നെ നമ്മുടെ കറുവേപ്പിൻ്റെ തളിരിലകളിലൊക്കെ വരുന്ന ആ ഒരു പുഴുവിൻ്റെ ശല്യമൊക്കെ പോകാനും ഈ ഒരു സ്പ്രേ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സൊല്യൂഷനാണ്. ഇനി നമ്മൾ പപ്പായയുടെ തണ്ട് വെച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ആണ് കേട്ടോ കാണിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ സ്കൂളൊക്കെ അടച്ച് കുട്ടികളൊക്കെ വീട്ടിൽ നിൽക്കുകയാണല്ലോ, അവർക്ക് ഇതൊന്ന് ചെയ്യുന്ന രീതിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ തന്നെ സ്വന്തമായിട്ട് ചെയ്തോളും. മാത്രമല്ല അവർക്ക് ഭയങ്കര എന്താ പറയുക ഒരു സന്തോഷമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു വലിയ പപ്പായയുടെ തണ്ടും ഒരു ചെറിയ പപ്പായയുടെ തണ്ടും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബലൂണാണ്. അപ്പോൾ ആ ബലൂണിന് ഉള്ളിലേക്ക് ചെറിയ പപ്പായയുടെ തണ്ട് ആദ്യം ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളെടുത്ത ബലൂണിൻ്റെ കഴുത്തു ഭാഗത്താണ് കേട്ടോ നമ്മൾ ആ ചെറിയ പപ്പായയുടെ തണ്ട് വെച്ച് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് വലിയ പപ്പായയുടെ തണ്ടും കൂടെ ഇതുപോലെ കുറച്ചൊന്ന് ഉള്ളിലേക്ക് കടത്തി വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മടക്കി കൊടുക്കണം. കണ്ടില്ലേ, ഞാനൊരു വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നിങ്ങൾ ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഒരു സെല്ലോ ടോപ്പ് ഉപയോഗിച്ചിട്ട് നല്ലപോലെ ടൈറ്റായിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം. 1-2 ലെയർ ഇട്ടിട്ട് ഇതുപോലെ നല്ല ടൈറ്റായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മുടെ പീപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പണ്ട് നമ്മൾ ഉത്സവപ്പറമ്പിലൊക്കെ വാങ്ങുന്ന അപ്പൂപ്പ അമ്മുമ്മയൊക്കെ പറയുന്ന പീപ്പി ഉണ്ടല്ലോ, ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു ബലൂൺ വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സത്യത്തിൽ ഇത് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഇത്രയും സന്തോഷമാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അവർക്ക് ഭയങ്കര സന്തോഷമായി. ആ ഒരു സൗണ്ടൊക്കെ വരുന്ന കണ്ടപ്പോഴത്തേക്കിന് ഒരുപാട് സന്തോഷമായി കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു വെക്കേഷന് കുട്ടികൾക്ക് നമ്മുടെ എപ്പോഴും മൊബൈൽ നോക്കുന്ന അല്ലെങ്കിൽ TV കാണുന്നതൊക്കെ ശീലം മാറ്റിയെടുക്കാനായിട്ട് ഇതുപോലെ കുറച്ച് ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയകളൊക്കെ നമ്മൾ പേരൻസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പപ്പായത്തണ്ട് വെച്ച് ചെയ്യാൻ പറ്റുന്ന അടുത്ത ടിപ്പ് നമുക്ക് കണ്ടു നോക്കാം. അതിനായിട്ട് നമ്മൾ ചെറിയ ഒരു പപ്പായത്തണ്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെയൊക്കെ വീട്ടിലെ ഇതുപോലെ തണ്ടിന് വലിയ കനമില്ലാത്ത ചെടികളൊക്കെ നടുമ്പം പെട്ടെന്ന് അത് കാറ്റടിച്ച് ഒടിഞ്ഞു പോകും, അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് തണ്ടൊക്കെ അഴുകി പോകാറുണ്ടല്ലേ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇതുപോലൊരു പപ്പായത്തണ്ടിനുള്ളിലേക്ക് ചെടി വെച്ച് കൊടുത്തിട്ട് നമ്മൾ നടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ട്രോങ് ആയിട്ട് ആ ചെടി കിളിച്ച് വരും കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ മല്ലിയുടെ തണ്ട് അല്ലെങ്കിൽ പുതിനയുടെ തണ്ടൊക്കെ നടുമ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാവും. 10 ചെടി പോലൊക്കെ തണ്ടിന് ഒരുപാട് കനം കുറവുള്ള ചെടികളൊക്കെ നമ്മൾ നടുവല്ലോ, ആ സമയത്തൊക്കെ ഇതുപോലൊരു പപ്പായ തണ്ടിനുള്ളിലേക്ക് നമ്മൾ ആ ചെടി വെച്ച് കൊടുത്തിട്ട് നട്ടു നോക്കും, പെട്ടെന്ന് തന്നെ ആ ചെടി കിളിച്ച് വരും. അപ്പോൾ ഈ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് നൽകാനായിട്ട് മറക്കരുതേ.
നമ്മൾ നേരത്തെ പപ്പായയുടെ ഇല അരച്ചതിൽ വെള്ളം കുറച്ച് മാറ്റി വെച്ചിരുന്നല്ലോ, അതാണ് കേട്ടോ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ കിച്ചൺ സിങ്കിലെ ബ്ലോക്ക് അല്ലെങ്കിൽ നമ്മുടെ സെപ്റ്റി ടാങ്ക് പെട്ടെന്ന് നിറയാതിരിക്കാൻ ഒരു സൂത്രമാണ് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഇതുപോലെ കുറച്ച് പപ്പായയുടെ ഇല അരച്ചെടുത്ത വെള്ളവും പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ബോറിക് ആസിഡ് ആണ് കേട്ടോ. ഒട്ടുമിക്ക കടയിലും നമുക്ക് വാങ്ങാനായിട്ട് കഴിയും. ഞാനിത് ഓൺലൈനായിട്ടാണ് വാങ്ങിയത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് അതുവഴി പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു അര ഗ്ലാസോളം പപ്പായയുടെ നീരിലേക്ക് 1 ടേബിൾ സ്പൂണോളം ബോറിക് ആസിഡ് ഒഴിച്ച് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ബോറിക് ആസിഡ് നമുക്ക് പാറ്റ, പല്ലി പോലുള്ള ജീവികളുടെ ശല്യം ഒഴിവാക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പൊതുവെ ബോറിക് ആസിഡ് ഉപയോഗിക്കുന്നത് വലിയ വലിയ ഗോഡൗണുകളിൽ അരി, ഗോതമ്പൊക്കെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ചീത്തയാകാതിരിക്കാൻ വേണ്ടിയാണ്. ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ മണമോ ടേസ്റ്റോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അതേ നമ്മൾ 1 ടേബിൾ സ്പൂണോളം ബോറിക് ആസിഡ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ലിക്വിഡ് നമുക്ക് ബ്ലോക്ക് ആയിട്ടുള്ള കിച്ചൺ സിങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കിച്ചൺ സിങ്കിലെ ബ്ലോക്ക് മാറിക്കിട്ടും. അതുപോലെ തന്നെ എപ്പോഴും നമ്മുടെ സെപ്റ്റി ടാങ്കിന് സ്മെല്ല് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ സെപ്റ്റി ടാങ്ക് ഒക്കെ നിറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലോസറ്റിലേക്കും വാഷ് ബേസിനിലേക്കും ഒക്കെ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പം എൻ്റെ കിച്ചൺ സിങ്കിൽ രാത്രിയിലാണ് കേട്ടോ ഈ ഒരു ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് രാവിലെ നമ്മൾ ടാപ്പ് തുറന്നു വിട്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ കിച്ചൺ സിങ്കിലെ ബ്ലോക്ക് മാറിക്കിട്ടും. നമ്മൾ ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ കിച്ചൺ സിങ്ക് ബ്ലോക്ക് ആവത്തില്ല. അതുപോലെ തന്നെ സിങ്കിൻ്റെ ആ ഒരു ഡ്രെയിനേജ് ഹോൾ വഴി വരുന്ന പാറ്റ, പല്ലിയുടെയൊക്കെ ശല്യവും മാറിക്കിട്ടും. സെപ്റ്റി ടാങ്ക് ഒക്കെ നിറഞ്ഞതാണ് വീട്ടിലെങ്കിൽ ഇതുപോലെ ക്ലോസറ്റിലേക്കോ വാഷ് ബേസിനിലേക്കോ രാത്രിയിൽ നമ്മൾ തയ്യാറാക്കിയ ലിക്വിഡ് ഒഴിച്ചു കൊടുത്തിട്ട് രാവിലെ നല്ലതുപോലെ ഒന്ന് ഫ്ലഷ് ചെയ്ത് കൊടുത്താൽ മതി. ആഴ്ചയിൽ 2-3 പ്രാവശ്യം ചെയ്യുമ്പം തന്നെ ആ ഒരു സെപ്റ്റി ടാങ്കിലെ ബ്ലോക്ക് മാറാനും അല്ലെങ്കിൽ ആ ഒരു സ്മെല്ലൊക്കെ മാറിക്കിട്ടാൻ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ ചെറിയ ചെറിയ ടിപ്പുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. വീണ്ടും അടിപൊളി ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.